പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഉറപ്പു തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടത് ആലോചിക്കുകയാണ് ഇപ്പോൾ ദേശായി. ഇതോടെ വിട്ടുവീഴ്ച ചെയ്യുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ടുവരികയാണ് റാം മോഹന്റെ വീട്ടിലേക്ക് അവർ. എന്തിനാ വന്നത്? റാം മോഹൻ ചോദിച്ചതിനെ തുടർന്ന്, നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് രാഹുലിനെ വേണം. രാഹുലിനെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. നിങ്ങൾ എന്ത് തീരുമാനം പറയുന്നു അത് അംഗീകരിക്കാം. ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് പോകട്ടെ. ഇത് കേട്ടതിനെ തുടർന്ന്, ഓ അങ്ങനെ, എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചതല്ലേ, ഞാനും ഒന്ന് ആലോചിക്കട്ടെ ഇതേപ്പറ്റി. എൻ്റെ തീരുമാനം പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി എന്ന് പറയുകയാണ്. ഇതോടെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ തൻ്റെ മകളെ ഇഷയെ ഫോൺ ചെയ്യുന്ന അയാൾ. ഇവിടേക്ക് ഇപ്പോൾ രാഹുലിനെ രക്ഷിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് നീനയുടെ അമ്മ വന്നിട്ടുണ്ട്. നമ്മൾ എഴുതി കൊടുത്ത സ്വത്തുകൾ തിരികെ എഴുതി നൽകാമെന്നാണ് അവരുടെ വാഗ്ദാനം. എന്താ, കേസ് പിൻവലിക്കണോ? ഞാൻ വരട്ടെ അച്ഛാ, കേസ് അങ്ങനെ പിൻവലിക്കാൻ വരട്ടെ. ആ സ്വത്തിന്റെ കാര്യം കൊണ്ട് മാത്രം കേസ് പിൻവലിക്കാൻ അനുവദിക്കരുത്. എനിക്ക് വിവാഹമോചനം വേണം. ആ ഡിവോഴ്സ് പേപ്പറിൽ അവൻ ഒപ്പിട്ട് തരണം. എന്നാൽ മാത്രമേ കേസിന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അച്ഛൻ പറയണം. അത് വേണോ മോളെ? വേണം അച്ഛാ, എനിക്കും ജീവിക്കണം. ശരി, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ എന്തായാലും ഇത് സംസാരിക്കാം. എന്താ രാംമോഹൻ സാർ, എന്തായി തീരുമാനം? തീരുമാനമെടുത്തു, അത് പറയാൻ തന്നെയാ വന്നത്. എന്താ അത്? അപ്പോൾ ഡീൽ ഉറപ്പിക്കുകയല്ലേ? ഡീൽ നമുക്ക് ഉറപ്പിക്കാം, പക്ഷെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്താണ് സാർ? വലിയ കണ്ടീഷനൊന്നുമല്ല. എൻ്റെ മകളുടെ ഡിവോഴ്സ് കേസിൽ അവൻ സമ്മതം അറിയിച്ച് ഒപ്പിട്ട് നൽകണം. അവൾക്ക് ഡിവോഴ്സ് ലഭിക്കണം. എന്ത്? ആ, ചെറിയൊരു കാര്യം. അത് ചെയ്യാൻ പറ്റില്ലേ? എന്താ? ശരി, എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ഡിവോഴ്സിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. പക്ഷേ രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങണം. ഇത് നടന്നാൽ ആ കാര്യവും നടക്കും. ഇത് റാം മോഹൻ നൽകുന്ന ഉറപ്പാ. ശരിയെന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ അവർ. ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം രാഹുലിനോട് ജയിലിൽ പോയി അറിയിക്കുന്നു. നീ ഒപ്പിട്ട് നൽകാതെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകില്ല രാഹുൽ. നീ ഇവിടെ കിടന്ന് നരകിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തുകയാണ് അല്ലേ? അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് നൽകുക. ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് നോക്കാം. ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങ. ഒടുവിൽ രാഹുലും സമ്മതിച്ചിരിക്കുകയാണ്. തോൽവി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.